ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഒരു ബിഗ് ബജറ്റ് മൾട്ടി സ്റ്റാർ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രമാണ്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. സിനിമയുടെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള വാക്കുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 141 കോടി ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ആൻ്റണി തന്നോട് പറഞ്ഞതായി സുരേഷ് കുമാർ പറയുകയുണ്ടായി. ഇന്ന് അതേ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു എമൗണ്ട് വരും, ആളുകൾ അതിന് പുറകെ കൂടും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം, ഇത് ഒരു ഫാൻ ബേസ്ഡ് ചർച്ചയോ അല്ലെങ്കിൽ ഫാൻ ബേസ്ഡ് വീഡിയോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് സിനിമയിൽ പലപ്പോഴായി ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇതുവരെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റോ അതേപോലെ തന്നെ ലാഭവിഹിതമോ അല്ലെങ്കിൽ എത്രത്തോളം വിജയമോ ഇതൊന്നും ഒരു പ്രൊഡ്യൂസറും പറഞ്ഞില്ല. എല്ലാവരും അവരുടെ പ്രൊമോഷൻ പോലെ പടം വിജയിക്കാനായിട്ട് സൂപ്പർ ഹിറ്റ്, രണ്ടാം ദിവസം സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് എന്ന് അടിച്ചു വിടാറുണ്ട്. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാറുമുണ്ട്. അതിനിടയിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അംഗീകൃതം എന്ന് തോന്നിക്കുന്നതും ഞങ്ങൾ സിനിമാ മേഖലയിൽ ആരൊക്കെയാണ് എന്ന് സ്ഥിരം അല്ലെങ്കിൽ സ്വയം സ്ഥാപിക്കുന്ന ചില ആളുകളാണ് ഇതിൻ്റെ കണക്കുകളെല്ലാം പുറത്തു വിടുന്നത്. പ്രത്യേകിച്ച് അതിനകത്തിൽ എടുത്തു പറയേണ്ടത്, നമുക്ക് ട്വിറ്ററിൽ നോക്കിയാൽ ചില അക്കൗണ്ടുകളുണ്ട്. അതുകൂടാതെ കുറേ പേർ ട്രാക്കേഴ്സ് എന്ന് പറഞ്ഞിറങ്ങുന്നവരുണ്ട്. ഇത് സിനിമ കാണുന്നവനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനോ ഒന്നും പങ്കില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനിയും അതിൻ്റെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വേറെ ഒന്നുമല്ല, എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ്. എമ്പുരാൻ എന്ന സിനിമയിൽ നമ്മൾ നേരത്തെ കേട്ടത് 250 കോടിയോളമാണ് ഇതിൻ്റെ മുതൽ മുടക്ക് എന്നുള്ളത്. പിന്നീട് സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മോഹൻലാൽ ഫാൻസ് അതിനെ ഗംഭീരമായി പിടിക്കുകയും മമ്മൂട്ടി ഫാൻസ് കരഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറുകയും, പിന്നെ ഇതിൻ്റെ കളക്ഷൻ ആരെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആരെങ്കിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് കരഞ്ഞുകൊണ്ട് ചെല്ലുകയും, അങ്ങനെയുള്ള ഫാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കാര്യം ഇത് തന്നെയാണ്. 250 കോടിയാണ് ഈ സിനിമയുടെ മുതൽ മുടക്കെങ്കിൽ, ഇങ്ങനെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ വേറെ ഒരു നായകനെയും ഒരു പ്രൊഡ്യൂസറും മുന്നിൽ കാണുകയില്ല. അതിലൊറ്റ ഉത്തരമേ ഉള്ളൂ, അയാളുടെ പേര് മോഹൻലാൽ എന്ന് തന്നെയായിരിക്കും. മമ്മൂട്ടി അതിനകത്തിൽ വരില്ല എന്നുള്ളത് എത്ര കടുത്ത മമ്മൂട്ടി ആരാധകനാണെങ്കിലും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം ഒരു ബ്രാൻഡ് ബേസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് മോഹൻലാൽ തന്നെയാണ്. അല്ലെങ്കിൽ തീർച്ചയായും പറയാം, നിങ്ങളോട് വെല്ലുവിളി തന്നെയാണ് മമ്മൂട്ടി ഫാൻസുകാരോടുള്ളതാണ്. ഇതിനകത്ത് മോഹൻലാൽ ഫാൻസുകാരോട് ഒക്കെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് മമ്മൂട്ടി ഫാൻസുകാരോട് ചോദിക്കുന്നത്, ഭീഷ്മപർവം എന്ന ഇത്ര ഗംഭീരമായിട്ട് സമീപകാലത്ത് വന്ന ഒരു ചിത്രം അത് മോഹൻലാലായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ 100-150 കോടി കടന്നേനെയും എന്നുള്ളത്. അതിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം തള്ളി കയറ്റുന്ന അല്ലെങ്കിൽ തള്ള് കളക്ഷൻ എന്നുള്ളത് പറയാം. തള്ളില്ലാതെ തന്നെ 150 കോടിക്ക് മുകളിൽ കയറിയേനെ. മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് ഏകദേശം 93 കോടിയോളമാണ് സിനിമയ്ക്ക് നേടിയത്. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച നടനാരെന്ന് ചോദിച്ചാൽ മോഹൻലാൽ പാടെ മാറി നിൽക്കേണ്ടി വരും മമ്മൂട്ടിയുടെ മുമ്പിൽ. അത് നമുക്ക് സ്ഥിരമായി പറയാം. അത് ഏതെങ്കിലും മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുക തന്നെയാണ്. കഴിഞ്ഞ 5-6 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയോളം മികച്ച രീതിയിൽ അഭിനയിക്കുന്ന വേറെ ഒരു നടൻ മലയാളത്തിലില്ല. അതിൽ മോഹൻലാൽ ഒരുപാട് പുറകെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി എമ്പുരാൻ്റെ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞ പോലെ 250 കോടിയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരേ ഒരു നായകൻ, ഒരാളെ മുൻനിർത്തിയിട്ടേ നമുക്ക് അങ്ങനെ സിനിമ ചെയ്യാൻ കഴിയുള്ളൂ, അത് മോഹൻലാൽ തന്നെയാണ്. ഇനിയും ഈ ഒരു സിനിമയ്ക്ക് 250 കോടിയാണെങ്കിൽ എന്തിനാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറവും ആയിക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ ബഡ്ജറ്റ് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങളുടെ ഉള്ളിലെ ഭയം തന്നെയല്ലേ? അതായത് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ഇവിടെ 250 കോടി മുടക്കുന്ന ഈ ഒരു സിനിമ കൊള്ളാമെങ്കിൽ 500 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് വേറൊരു നായകനും പറ്റില്ല, അത് മോഹൻലാലിന് തന്നെ പറ്റുകയുള്ളൂ എന്ന് പറയാം. കഴിഞ്ഞ ഏതാനും സിനിമകൾ നമ്മൾ മോഹൻലാലിൻ്റെ കണ്ടതാണ്. 150 കോടി ബഡ്ജറ്റിൽ വന്ന ബറോസ്, അത് അത്ര മോശം ആയിട്ട് കാണികൾ തന്നെ അല്ലെങ്കിൽ എത്രയോ ആരാധകർ പറഞ്ഞ ഒരു കാര്യമാണ്. എന്നിട്ട് പോലും സിനിമയ്ക്ക് 20 കോടിക്ക് മുകളിലേക്ക് നേടാൻ കഴിഞ്ഞു. ഇവിടെ വലിയ ഹിറ്റായ സിനിമകൾക്ക് പോലും അങ്ങനെ ഒരു 20 കോടി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഫാൻ പവറിൻ്റെ ഡിഫറൻസ് എന്ന് പറയാം. മോഹൻലാൽ ഫാൻസിൻ്റെയും എടുത്തു പറയാനുള്ള കാര്യം അത് തന്നെയാണ്. പടം കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും ഒരു പരിധി വരെയുള്ള ഫാൻസുകാർ സിനിമയ്ക്ക് കയറും എന്നുള്ള ഒരു നഗ്നമായ സത്യവുമാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ്റെ ബഡ്ജറ്റ് നമ്മൾ ആദ്യം കേട്ട റിപ്പോർട്ട് പോലെ തന്നെ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ 250 കോടിക്ക് ഉണ്ട് എന്ന് തോന്നുന്നത് തന്നെയാണ്. ഇതുവരെ കണ്ട വിഷ്വലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം തന്നെ നമുക്ക് നൽകുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം മലയാളത്തിൽ ഇന്ന് വരെ നമ്മൾ അതിൻ്റെ ട്രെയിലറോ ടീസറോ കാണുമ്പോൾ ഇത്ര മികച്ച ഒരു ചിത്രം അത്ര നമുക്ക് തന്നെ തോന്നുകയാണ് ഇതിനകത്തിൽ ഈ മുതൽ മുടക്കാനുള്ള സംഭവങ്ങളുണ്ട്. മരക്കാർ പോലെയുള്ള സിനിമ വന്നപ്പോൾ 100 കോടി ബഡ്ജറ്റിൽ വന്നതാണെന്ന് ആദ്യം പറയുകയും പിന്നീട് 80-60 ഒക്കെ ആക്കിയെങ്കിൽ അതൊരു 10 കോടി തികച്ച് എടുത്തിട്ടില്ലാത്ത സിനിമയാണെന്ന് പടം കണ്ടിറങ്ങുമ്പോൾ നമുക്കറിയാൻ കഴിയും. ഇനി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് 10 കോടി പോലും, 10 കോടി എന്നൊക്കെ പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോസ്റ്റാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് വെറുതെ കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടാണ് 10 കോടി. അതിനൊക്കെ താഴെ മുതൽ മുടക്കി ആ സിനിമയ്ക്ക് വരികയുള്ളൂ. ഇനി മമ്മൂട്ടിയുടെ റിന്യൂമറേഷൻ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ അത് കൂടുതൽ വരാം. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ
ഈ പ്രതിഫലം വാങ്ങുന്ന നടൻ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ്. MN മൂവിയിൽ മമ്മൂട്ടി നേടിയിരിക്കുന്നത് 16 കോടിക്ക് മുകളിലാണ്. അതേ എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ സിനിമയ്ക്ക് 19 കോടി എന്ന് പറഞ്ഞത് നമുക്ക് വിശ്വസനീയവുമാണ്. ഈ പറഞ്ഞ പല സിനിമകളും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിനകത്തിൽ എടുത്തു പറയാനുള്ള കാര്യം, പലപ്പോഴും സിനിമ മേഖലയിലുള്ളവരോ കാണികളോ അല്ല ഇതിനകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലെ ചാനൽക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ പറയുന്നു, നമ്മൾ കൂടുതലും അങ്ങനെ പറയുന്നു. ഇന്നും പലരും ഈ പറഞ്ഞ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം അവരത്രയും കാര്യങ്ങളെ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഫാൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. ഇതിനിടയിൽ ഞങ്ങൾ സിനിമാ മേഖലയിൽ എന്തൊക്കെയോ ആണ് എന്ന് കാണിക്കാൻ ഉള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ സമരം നടക്കാൻ പോകുന്നു ജൂൺ 1 മുതൽ എന്നുള്ള കാര്യം. മറ്റൊന്ന്, എല്ലാ സിനിമകളുടെ കളക്ഷൻ പുറത്തുവിടുകയും ഒരു വെല്ലുവിളി കൊടുക്കുക തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനകത്തിൽ അവർ അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്പുരാൻ മുതലുള്ള സിനിമയുടെ കളക്ഷൻ പുറത്തു കൊണ്ടുവരണം, അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, താടിയുള്ളപ്പനെ പേടിയുണ്ട്. ഈ പറഞ്ഞ സിനിമയ്ക്ക് യാതൊരു കളക്ഷൻ അവർ പുറത്തുവിടുകയോ ഇതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകൾ പുറത്തുവിടുകയോ ചെയ്യില്ല. ഇവിടെ എന്താണ് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളൊരു വരിക, ആ രീതിയിൽ തന്നെ അവർ പറയുള്ളൂ. അതായത് ആദ്യ ദിനം 50 കോടി എന്ന് പറഞ്ഞാൽ 50 കോടി എന്ന് തന്നെ പറയും. അല്ലാതെ ഇത് ഇപ്പോൾ 12 കോടിയേ കിട്ടിയുള്ളൂ എന്നോ 4 കോടി ഞങ്ങൾക്ക് ഷെയർ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പറയില്ല. എന്താണേലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതാണ്. അപ്പോൾ നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണ്. ഈ പറഞ്ഞ സിനിമ ബഡ്ജറ്റുകൾ എങ്ങനെയാണ്? 250 കോടിക്ക് ഉണ്ടോ ഈ സിനിമ? അതോ അതിന് മുകളിലാണോ അതിന് താഴെയാണോ? അത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് തീരുമാനിക്കാം. ഒരു ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കാൻ തീർച്ചയായും കാശ് വേണ്ടി വരും. അങ്ങനെ നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഈ സിനിമ സിമ്പിളായിട്ട് അത് തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിനിമ എവിടെ മോശമാകുന്നു അവിടെയാണ് നമുക്ക് ഇതിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്നതായി കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള, മോഹൻലാലോ മമ്മൂട്ടി അല്ലാതെ ഇന്നും മുന്നിൽ നിർത്താൻ ഏത് താരമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാൻ. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കാണാനും കഴിയുന്നുള്ളൂ. ഒരു നല്ല ബഡ്ജറ്റ് മൂവി വന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ അതേ റേഞ്ചിൽ തന്നെ കാര്യങ്ങൾ പോവുകയുള്ളൂ. വേറെ ഒരു നടനും അത്രത്തോളം കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നും കാണാനുള്ളത്. ഇവർ 40-നും അല്ലെങ്കിൽ 30-നും 50-നും ഇടയിലൊക്കെ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും നമ്മൾ യൂത്ത് വിങ് എന്ന് പറയുന്ന 40-ന് മുകളിലുള്ള നടന്മാർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവരുടെ ആദ്യ 3-4 സിനിമകളുടെ ക്വാളിറ്റി പോലും ഇന്നുള്ള യുവ നടന്മാർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് കഴിവില്ല എന്നല്ല, അവർക്ക് കിട്ടിയിട്ടില്ല അതേപോലെയുള്ള സിനിമകൾ എന്നുള്ളതാണ്. ആദ്യ 9-ാമത്തെ വർഷത്തിന് ഇടയിൽ മമ്മൂട്ടി നേടിയത് 2-3 അവാർഡുകളാണ്. മോഹൻലാൽ നേടിയത് 2-3 അവാർഡുകളാണ്. ആദ്യ 9-ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ അഭിനയം തുടങ്ങിയ 9-ാം വർഷം മമ്മൂട്ടി നേടിയത് ആദ്യത്തെ നാഷണൽ അവാർഡാണ്. ഇതേപോലെ ആരാണ് അതും അർഹിക്കുന്ന നാഷണൽ അവാർഡുകളാണ്. അല്ലെങ്കിൽ 10-ാമത്തെ വർഷം മോഹൻലാൽ നേടിയത് 10-11-ാമത്തെ വർഷം മോഹൻലാൽ നേടിയത് ആദ്യത്തെ നാഷണൽ അവാർഡാണ്. ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു മലയാളി നടനെ കാണിച്ചു തരാമെങ്കിൽ അതും കൂടെ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. സ്ഥിരമായിട്ട് അതിഗംഭീരമായി സിനിമയുടെ പുറകെ പോയ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സിനിമ നിർമ്മിക്കുന്നത് അത് പ്രൊഡ്യൂസർമാർ എന്ന് പറയുന്ന കാശുള്ളവർ തന്നെയാണ്. അതിനകത്തിൽ നടന്മാരും അതിനകത്തിൽ വരാം എന്നുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേടുകയാണ്. എമ്പുരാൻ ബഡ്ജറ്റ് എത്രയായിരിക്കാം? എൻ്റെ അഭിപ്രായത്തിൽ 250 കോടിക്ക് ഉള്ള മുതൽ അതുണ്ട്. അത് ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ തീർച്ചയായും 500 കോടിക്ക് മുകളിൽ കയറിയിരിക്കും. കേരളത്തിൽ നിന്ന് ഈ സിനിമ 100 കോടിക്ക് മുകളിൽ നേടിയിരിക്കും, നല്ല ക്വാളിറ്റി ആണെങ്കിൽ എന്നുള്ളത്. അത് ഇതുവരെ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് പോലും കേരളത്തിൽ നിന്ന് 100 കോടി നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല ഒരു സിനിമയാണെങ്കിൽ ഇത് ആദ്യത്തെ 100 കോടിയായിരിക്കും. അതിനുള്ള കപ്പാസിറ്റിയാണ്. 180ഓളം ഫാൻ ഷോസുകളാണ് സിനിമയ്ക്ക് ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 150 ഫുള്ളായിരിക്കുന്നു. അതായത് 50 ദിവസങ്ങൾക്ക് മുമ്പ് പ്രീസെയിൽ ഏകദേശം 75 ലക്ഷം രൂപയോളം, അതായത് 1 കോടിക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. നമ്മൾ നിങ്ങളുടെ ഓരോ കമൻസിനുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.